നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 1 ലോക വയോജന ദിനം. നമ്മൾ ഏറെ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് പ്രായമായ ആളുകൾ. പ്രായം കൂടുന്തോറും ആളുകൾ കുഞ്ഞുങ്ങളെ പോലെ മനസ്സുള്ളവരായി മാറാറുണ്ട്. അവർക്ക് അവരുടേതായ വാശികൾ, ആഗ്രഹങ്ങൾ, നിർബന്ധങ്ങൾ അങ്ങനെ. പക്ഷെ ഇന്നത്തെ തിരക്കുള്ള ലോകത്ത് പ്രായമായ ആളുകൾക്ക് വേണ്ടത്ര പരിഗണന പുതുതലമുറ നൽകാറുണ്ടോ? മുതിർന്നവർക്കിടയിൽ ആശങ്കകളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഏറി വരികയാണ്. കേരളത്തിലെ മുതിർന്ന പൗരന്മാർക്കിടയിലെ മാനസികാരോഗ്യ പ്രതിസന്ധി ഒരു സാമൂഹിക വിഷയം തന്നെയായി പരിഗണിക്കേണ്ടതുണ്ട്. 2030 ആകുമ്പോഴേക്കും സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 16% പേർ 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണമെന്നാണ് കണക്കുകൂട്ടുന്നത്. പ്രായമായവരുടെ മാനസികാരോഗ്യത്തിന് അതീവ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. വിഷാദം, ഉത്കണ്ഠ, ഡിമെൻഷ്യ, ഉറക്കത്തകരാറുകൾ, ഏകാന്തത എന്നിവയാണ് പ്രായമായവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. വാർദ്ധക്യത്തിന്റെ സ്വാഭാവിക പരിണിത ഫലങ്ങളായി ഇവ പലപ്പോഴും തള്ളിക്കളയപ്പെടുമ്പോൾ അത്തരം മനോഭാവങ്ങൾ നിശബ്ദ കഷ്ടപ്പാടുകൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിരന്തരമായ സങ്കടം, ക്ഷോഭം, താല്പര്യക്കുറവ്, ഉറക്കക്കുറവ്, കരച്ചിൽ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകൾ തുടങ്ങിയ ലക്ഷണങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അത് അവഗണിക്കുന്നു. പ്രായമായവരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് നിരവധി സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാർദ്ധക്യകാലത്ത് മാനസികാരോഗ്യം ഒരു ആഡംബരമല്ല, മറിച്ച് അവകാശമാണ്. ഒരു സമൂഹം ഒരിക്കലത് വളർത്തിയെടുക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്തവരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണിത്. സാങ്കേതിക പുരോഗതിയും വർദ്ധിച്ചു വരുന്ന ദീർഘായുസ്സും നാം ആഘോഷിക്കുമ്പോൾ മുതിർന്നവരിലെ വൈകാരികവും ശാരീരികവുമായ മാറ്റങ്ങളെ നാം അവഗണിക്കരുത്. ഒരു പുരോഗമന സമൂഹത്തിന്റെ യഥാർത്ഥ അളവുകോൽ അവിടുത്തെ ജനത എത്രകാലം ജീവിക്കുന്നു എന്നതിൽ മാത്രമല്ല, അവസാന ദശകങ്ങളിൽ അവർ എത്രമാത്രം സുഖമായി ജീവിക്കുന്നു എന്നതിലാണ്. പ്രായമായ ആളുകളെ, അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിക്കാൻ ശ്രമിക്കുക. അവർക്കായി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ നമ്മളെ ഈ ലോകത്ത് കൈപിടിച്ചു നടത്തി നമ്മളെ നമ്മളാക്കിയവർ, ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അവരെ കൈപിടിച്ച് കൂടെ നടത്താൻ നമ്മളും ബാധ്യസ്ഥരാണ്.